നമ്മളിപ്പോൾ ഇനി പോകുന്നത് നെന്മാറയിലേക്കാണ്. നെന്മാറ കൊലപാതകത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയും അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. നെന്മാറയിൽ അരും കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഷത്തുൽ ഷംന ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണല്ലേ? അതേ, മൃതദേഹം രണ്ടുപേരുടെയും, സുധാകരന്റെയും അമ്മലക്ഷ്മിയുടെയും മൃതദേഹം ഇപ്പോൾ നെന്മാറയിലെ പോത്തുംകോട് ഇവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം തന്നെ ഇത് വക്കാവ് പൊതുശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാരം നടക്കുക. ഈ വീട്ടിൽ വെച്ച് പൊതുദർശനത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്നും എടുക്കും. കാരണം പക്ഷേ ആ സമയത്തും നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം ഈ പ്രതിക്കെതിരെ വലിയ രീതിയിൽ പരാതി നൽകിയിട്ടും പോലീസ് അത് അവഗണിക്കുകയായിരുന്നു. ഇനി ഈ രണ്ട് പെൺമക്കൾ അവർ അനാഥരാണ്, അവർക്കൊരു ആശ്രയത്തിന് പോലും ഇനി ആരുമില്ല. ഈ മക്കളുടെ കാര്യത്തിൽ ഇനി സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. സർക്കാർ ജോലി നൽകുകയോ അല്ലെങ്കിൽ ഈ പെൺമക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളത് സർക്കാർ ഉറപ്പു നൽകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന ഒരു നിലപാടിൽ കൂടിയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. നേരത്തെ തന്നെ സുധാകരന്റെ മൃതദേഹം ഇവിടെ ഈ പ്രദേശത്ത് നിന്നും എടുക്കാൻ സമ്മതിക്കില്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയൊരു വീഴ്ചയാണ്, അനാസ്ഥയാണ്. അതിൽ നടപടി ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ ഉൾപ്പെടെ ജീവനൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് വരെ മൃതദേഹം ഈ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്നും എടുക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ നാട്ടുകാരുടെ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ. പക്ഷേ അപ്പോഴും വൈകിട്ടോടുകൂടി ഒരു മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ അത്രയും രാവിലെ 10 മണിയോടെയാണ് സുധാകരൻ കൊല്ലപ്പെടുന്നത്. എന്നിട്ട് അത്രയും വൈകുന്നേരം വരെയും ഇതിലൊരു നടപടി ആവാത്തതിനെ തുടർന്ന് ആണ് പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അമ്മലക്ഷ്മിയുടെ ഇന്നലെ തന്നെ ഈ വെട്ടേറ്റ സമയത്ത് ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. എന്തായാലും ഇനി മൃതദേഹം ഇവിടെ നിന്നും പൊതുദർശനത്തിന് ശേഷം എടുക്കാൻ സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ ഈ പോലീസ് പറയുന്നുണ്ട് ഈ പ്രതി അധിക ദൂരം പോവാൻ സാധ്യതയില്ലെന്ന്. കാരണം ഇതൊരു വലിയ മലമുകളിലേക്കോ മറ്റോ ഓടിക്കയറിയതായിരിക്കാം. അല്ലാതെ മറ്റ് അതിർത്തി വിട്ടോ അല്ലെങ്കിൽ മറ്റ് നഗരത്തിലേക്കോ ഒന്നും പ്രതി കടന്നിട്ടില്ലെന്ന ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്ര ഒരു ചെറിയ ദൂരത്തിൽ മാത്രമാണ് പ്രതി രക്ഷപ്പെട്ടതെങ്കിൽ ഈ ഒരു ദൂരത്തെ പോലും പോലീസിന് എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ചോദിക്കുന്നതും. കാരണം ഈ ഒരു ചെറിയ മേഖലയിൽ പോലും ഒരു പ്രതിയെ ഇത്രയും 100-ലധികം പോലീസുകാരെത്തി പല സംഘങ്ങളായി പിടിക്കുകയും അതിന് പുറമെ സ്കൂബ ഡൈവിംഗ് അടക്കം തെരച്ചിൽ നടത്തി ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലും ഒരു ചെറിയ ഒരു പ്രതിയെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് തങ്ങളുടെ ജീവനുള്ളത്? അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ അധികൃതർ ഉൾപ്പെടെ ഇനി ഇത് ഉണ്ടാവില്ല. ഈ പ്രതിയെ ഇനി ഈ പ്രദേശത്തേക്ക് വരാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഈ പ്രതിയെ അർഹമായ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ, വധശിക്ഷ ഉൾപ്പെടെയുള്ളത് പ്രതിക്ക് ഉറപ്പാക്കിക്കൊണ്ട് ആജീവനാന്തം ജയിലിൽ ആക്കണം. ജാമ്യം പോലും റദ്ദാക്കിക്കൊണ്ട് ജയിലിലാക്കണം. അതല്ലെങ്കിൽ ഈ കാര്യത്തിലൊന്നും ഒരു നിലപാടെടുത്തില്ലെങ്കിൽ, ഉറപ്പ് നൽകിയില്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. എന്തായാലും ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ഈ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം സംഭവിച്ചത്. അതും വെറും സംശയരോഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അത്തരമൊരു ഈ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. കാരണം തീർച്ചയായും ഷംന, ഇവിടെ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ആ അനാഥരായ 2 പെൺകുട്ടികളുടെയും പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഞങ്ങളുടെ അമ്മയും പോയി, പിന്നാലെ ഇതാ അച്ഛനും പോയിരിക്കുന്നു, മുത്തശ്ശിയും പോയിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ആരുണ്ട്, ഞങ്ങൾ ഇനി എന്തിന് ജീവിക്കണമെന്ന് തുടങ്ങിയുള്ള അവർ കരഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ നമ്മൾ ഏറെ വേദനിപ്പിച്ചതാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും അത് സഹിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്രമാത്രം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു ആ പെൺകുട്ടികളുടേത്. അപ്പോൾ അവരുടെ വീട്ടുമുറ്റത്തേക്കാണ് ചേതനയേറ്റുകൊണ്ട്
കൊണ്ട് അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ശരീരം എത്തിക്കുന്നത്. എത്രമാത്രമായിരിക്കും ആ കുട്ടികൾ അതെങ്ങനെ അതിജീവിക്കും എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ ബാക്കി നിൽക്കുകയാണ് ഷംന. തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ്. കാരണം ഈ കുട്ടികൾ നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അതാണ്. നേരത്തെ അമ്മ മരിച്ചപ്പോഴും എല്ലാവരും ഉണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ, എന്താവശ്യത്തിനും വിളിക്കാമെന്ന് പറഞ്ഞ് പല നേതാക്കളും എത്തിയിരുന്നു, നാട്ടുകാരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 10 ദിവസം മാത്രം, അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം എല്ലാവരും മടങ്ങി. പിന്നെ ഒരു ആവശ്യത്തിന് പോലും ഒരാളും കൂടെ ഉണ്ടായിട്ടില്ല. ഒരു സഹായത്തിന് പോലും ആരും തങ്ങളെ അന്വേഷിച്ച് വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്ന് തങ്ങളെ അന്വേഷിച്ചിട്ട് ഈ 2 പെൺകുട്ടികളെ അന്വേഷിച്ച് ഒരാളും വന്നിട്ടില്ല. അപ്പോഴും ഒരു ആശ്വാസം എന്നത് അച്ഛൻ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛമ്മ കൂടെ ഉണ്ട് എന്ന വലിയ ആശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അച്ഛനും ഈ മുത്തശ്ശിയും ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ തരത്തിൽ പല നേതാക്കളും കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ കാവലിനുണ്ട്. പക്ഷെ ഇതെല്ലാം എത്ര ദിവസത്തേക്ക് എന്ന ഒരു ചോദ്യമാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. ഇനി ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകും. അതിനുശേഷം തങ്ങൾ വീണ്ടും ഒറ്റക്കായി. നാളെ ഒരു ആവശ്യത്തിന് ഇനി അച്ഛനില്ല, മുത്തശ്ശിയില്ല, ഒന്നും ചെയ്യാനോ ആരോടും ചോദിക്കാനോ ഒരു ആശ്രയത്തിന് പോലും ചെല്ലാൻ ആരുമില്ല എന്ന ഈ ഒരു ആശങ്ക, അല്ലെങ്കിൽ ആ ഒരു സങ്കടമാണ് ആ കുട്ടികൾ നമ്മോട് നേരത്തെ പങ്കുവെച്ചതും. അപ്പം തന്നെ നേരത്തെ 2019 ഈ അമ്മ സജിത കൊല്ലപ്പെടുന്നത്. അന്ന് തന്നെ ഈ പ്രതിക്കെതിരെ ഈ കുട്ടികൾ പരാതി നൽകിയിരുന്നു. പക്ഷെ അത് പോലീസ് പിന്നീട് അയാൾ ജയിലിൽ പോകുന്നതിന് ശേഷം ജാമ്യത്തിലിറങ്ങി പല തവണ നാട്ടുകാരും ഈ കുട്ടികളും ഉൾപ്പെടെ പല തവണ പോലീസിന്റെ അടുത്ത് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കോടതി ജാമ്യം നൽകിയ പ്രതിയാണ്, അത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അയാൾ വെറുതെ ഭീഷണി മുഴക്കിയത് മാത്രമല്ലേ ഉള്ളൂ, അതിനപ്പുറം അയാൾ ആക്രമിച്ചിട്ടില്ലല്ലോ എന്ന തരത്തിലൊക്കെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ. എന്നാൽ അതൊക്കെ ആ സമയത്ത് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രതിയെ വിളിച്ച് പോലീസ് വെറുതെ താക്കീത് ചെയ്ത് വിട്ടതിന് പകരം ഈ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ വീടിന്റെ മുമ്പിൽ ഒന്ന് കാവൽ നിന്നിരുന്നെങ്കിൽ, ഒന്ന് ഒരു സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ നാടിനെ നടക്കുന്ന ഈ അരുംകൊല സംഭവിക്കില്ലായിരുന്നു, ഈ ഇരട്ട കൊലപാതകം ഇവിടെ സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തങ്ങളെ കേട്ടില്ല, തങ്ങളെ മനസ്സിലാക്കിയില്ല എന്ന വലിയൊരു ആരോപണം കൂടി ഈ കുട്ടികളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സുധാകരന് പുറമെ മറ്റ് 4 പേർക്ക് കൂടി ഈ പ്രതി വധഭീഷണി മുഴക്കിയിരുന്നു. അതിന് സമീപവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു അത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരും പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴും പോലീസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കോടതി ജാമ്യം നൽകിയ പ്രതിയാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. പക്ഷെ അപ്പോഴും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി നെന്മാറയിൽ എത്തിയത്, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലോട്ട് കടന്നത്, സ്വന്തം വീട്ടിലെത്തിയത്. അത് സംബന്ധിച്ചൊന്നും ആരും വ്യക്തത നൽകുന്നില്ല, അല്ലെങ്കിൽ അക്കാര്യം